സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. അതിന് ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ശക്തമായി കർത്താവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടവർക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുവെങ്കിൽ അവർ ആ തിരുവചനങ്ങളെയൊക്കെ എടുത്ത് കേൾക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമുള്ളതായിരിക്കും. തുടർന്ന് കഴിഞ്ഞ ഭാഗത്തിൽ കുറേ കാര്യങ്ങൾ ദൈവം സംസാരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വലിയ പ്രവൃത്തി ആ തിരുവചനത്തിൽ കൂടെ വെളിപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ അതിൽ കൂടെ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും ജഡിക സ്വഭാവത്തെക്കുറിച്ചും ആത്മീയ സ്വഭാവത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അന്ധവിശ്വാസത്തെക്കുറിച്ചും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. അതിൽ കേട്ടവർക്കെല്ലാം അത് മനസ്സിലാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പലരുടെ ചിന്തയിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ രാവും പകലും ദൈവത്തെ വിളിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ദൈവം ഇങ്ങനെ ഈ അനീതി ചെയ്തുകൊണ്ട് നടക്കുന്നവരെ സഹായിക്കുകയാണോ? കാരണം അവരൊക്കെ നന്നായിരിക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മാനസാന്തരം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ വച്ചിരിക്കുകയാണ്. എന്തിനാണ് കർത്താവ് ഈ മാനസാന്തരം വച്ചു? മാനസാന്തരത്തിൽ കൂടെ വീണ്ടും ജനിക്കണമെന്ന് വച്ചു. എന്തിനാണ് വച്ചു? ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും പറയണ്ട. എന്തെങ്കിലും ഒന്ന് വന്നാൽ മതി, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി, ഉടനെ ദൈവത്തെ കുറ്റം പറയുക. ദൈവം അത് ചെയ്തു, ദൈവം ഇങ്ങനെ ചെയ്തു, ദൈവം അങ്ങനെ ചെയ്തു, എല്ലാം ദൈവം. എന്ത് ചെയ്ത വന്നാലും എല്ലാം ദൈവത്തിൻ്റെ പുറത്ത്, എന്ത് കാട്ടിക്കൂട്ടിയാലും ദൈവത്തിൻ്റെ പുറത്ത്. ഇതാണ് മനുഷ്യൻ്റെ മനോഭാവം. മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണ്? അവനെ കൊണ്ട് അത് പറയിക്കുന്നത്, ദൈവത്തെ കുറ്റം പറയിക്കുന്നത്, ഇതൊക്കെ പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. പൈശാചാണ് ഇങ്ങനെ ദൈവത്തെ കുറ്റം പറയിക്കുന്നത്. ദൈവം എത്ര നല്ലവനാണ്, എത്ര നല്ലവനാണെന്ന് അവനെ രുചിച്ചറിയാനാണ് പറയുന്നത്. യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്നാണ് സങ്കീർത്തനത്തിൽ ദാവീദ് പോലും പറയുന്നത്. അവനെ രുചിച്ചറിയുക, അവനെ അടുത്ത് ദൈവത്തെ അടുത്തറിയുക. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ദൈവവുമായിട്ട് നമ്മളെ അടുക്കാൻ വിടാതെ ഇരിക്കുന്നത് നമ്മുടെ പാപമാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള പാപം. ദൈവം എന്ത് ഉപേക്ഷിക്കാൻ പറയുന്നുവോ അതേ ഉപേക്ഷിക്കാതെ കെട്ടി പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ പരിശുദ്ധരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. കാരണം ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ പരിശുദ്ധരായിരിക്കണം. അപ്പോൾ അതിനെ വിട്ടിട്ട് നമുക്ക് കച്ചത്തിലിരിക്കുന്നത് താഴെ വിളയും ചെയ്യരുത്, നമുക്ക് മുകളിലിരിക്കുന്നത് പിടിക്കുകയും വേണം. അതെങ്ങനെ നടക്കും? നീ കച്ചത്തിലിരിക്കുന്നത് ഇട്ടാലേ മുകളിലിരിക്കുന്നത് എടുക്കാൻ പറ്റൂ. നീ കച്ചത്തിൽ ഇങ്ങനെ ഇടുക്കി വെച്ചുകൊണ്ട് മുകളിലിൻ്റെ എടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, നീ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കേ, എന്നിട്ട് എൻ്റെ അടുത്തൽ വാ, എന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കേ. എൻ്റെ വചനം നീ കേൾക്കാത്തിയം, അതിനെ നീ അനുസരിക്കേ. എന്നാൽ അതിന് മനുഷ്യൻ തയ്യാറല്ല. അതിനാണ് ഇടനിലക്കാരനെ ഒരുത്തന്നെ നിർത്തുന്നത്. ഇന്ന് ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയത്.
മരിച്ചവരോടൊക്കെ പ്രാർത്ഥിക്കുന്നത്? എന്തിന്? ഇവർക്ക് ദൈവമായിട്ട് അടുക്കാണ്ട. ഈ ലോകത്തിൽ ജീവിച്ചു പോയ ചത്തവനോട് പ്രാർത്ഥിച്ചാൽ മതി, അവൻ എന്നെ സഹായിക്കും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർ അവനല്ല സഹായിക്കുന്നത്, ഷാജാണെന്നുള്ള ചിന്ത ഇവർക്ക് അറിയാൻ പാടില്ല. മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് അടുക്കാൻ നോക്കണം, ദൈവത്തോട് ചേരാൻ നോക്കണം. അവൻ എത്ര നല്ലവൻ എന്ന് നമ്മൾ രുചിച്ചറിയണം. ആ രുചിച്ചറിഞ്ഞ ഒരുപാട് പേരുണ്ട് ലോകത്തിൽ. ഞാനും അത് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ധൈര്യത്തോടെ പറയുന്നത്. എൻ്റെ രോഗങ്ങളെല്ലാം ആ രീതിയിലാണ് ദൈവം എന്നെ സൗഖ്യമാക്കിയത്. എത്രമായ രോഗമാണ് ആ ഔസ്മാര രോഗമെന്ന് പറയണത്. ആ രോഗം അങ്ങ് ഒരു സെക്കൻഡിൽ ദൈവം എടുത്തങ്ങ് മാറ്റി എനിക്ക് സുഖം തന്നു. അതുപോലെ തന്നെ പൈൽസിൻ്റെ രോഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് 5 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്ത രോഗം അതും സുഖമാക്കി. അപ്പോൾ ദൈവം എത്ര നല്ലവനാണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. എനിക്കറിയാം ദൈവത്തിൻ്റെ കൃപ. ദൈവം അത്രമാത്രം നല്ലവനാണ്. നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുന്നില്ല. ദൈവം പറയുന്നു നീ എൻ്റെ അടുത്ത് വാ, പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഈ ആൾക്കാർ പറയുന്നതിനെ അനുസരിച്ച് കാണുന്നിടത്തൊക്കെ പോവും. അതൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ കുറ്റം പറയും. ദൈവത്തിനെ കുറ്റം പറഞ്ഞു കൊണ്ട് നടക്കും. ദൈവത്തോട് അടുക്ക്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം, നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വരട്ടെ. ദൈവം പറഞ്ഞതിനെ ഉപേക്ഷിക്ക്. അത് ചെയ്യുന്നില്ല മനുഷ്യൻ. യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു കുരുടനെ കർത്താവ് സുഖമാക്കും. അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. ആ സമയത്ത് ഒരുപാട് പേര് അവരെ കൂടെ ഈ കുരുടൻ്റെ ജന്മന കുരുടനായിരുന്നവനല്ലേ. അപ്പോൾ ആ ജന്മന കുരുടനായവനെ കർത്താവ് സുഖമാക്കി. അപ്പോൾ സുഖമാക്കിയപ്പോൾ അവൻ്റെ അടുത്ത് പലരും സാക്ഷ്യം കേൾക്കാൻ പോയി. പല ആൾക്കാർ, ഇന്നും പലരും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു അല്പം നടന്ന് അവിടെ സാക്ഷി കേൾക്കാൻ പോകും. അവർക്കൊരു മാനസാന്തരം ഉണ്ടാവില്ല. വല്ലവനും എന്തെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടി അവനെ ഒരു അത്ഭുതം നടക്കുമ്പോൾ അതിനെ കേട്ടറിയാൻ പോവും. അതെങ്ങനെ നടന്നു, അത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ കേട്ടറിയാൻ പോവും. എന്നാൽ ഇവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വേണോ, ഇവൻ മനം തിരിഞ്ഞു ദൈവത്തോട് അടുക്കാൻ നോക്കില്ല. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. നമുക്കെന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ അത് ദൈവത്തോടടുത്ത് അത് എങ്ങനെയെങ്കിലും അതേപോലെ നമുക്ക് വാങ്ങണം എന്നുള്ള ചിന്ത അവനില്ല. അടുത്തവൻ എന്തെങ്കിലും നടക്കുമോ, എന്തെങ്കിലും അത്ഭുതമുണ്ടോ, അതെ കാണാൻ പോവും. എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നെന്ന് വെച്ചാൽ മതി, ഉടനെ അതിന് എത്ര രൂപ ചിലവാക്കിയാലും കുഴപ്പമില്ല, അതിനെ അന്വേഷിച്ച് അങ്ങ് പോവും. എവിടെയെങ്കിലും ഒരു വലിയൊരു അത്ഭുതം നടന്നെന്ന് അറിഞ്ഞാൽ, അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നെന്ന് പറഞ്ഞാൽ മതി, ഉടനെ ഇവൻ ട്രെയിൻ പിടിച്ചോ കാർ പിടിച്ചോ പ്ലെയിൻ പിടിച്ചോ അങ്ങ് എത്തും. അതിനെ നോക്കാൻ, കണ്ണുനീര് എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന് നോക്കാൻ, കുരിശിൽ നിന്ന് എങ്ങനെയാണ് രക്തം വാർന്ന് വരണമെന്ന് അറിയാൻ വേണ്ടി അതിനും വേണ്ടിയിട്ട് ഇവൻ കാശ് ചിലവാക്കി ഓടും അത്ഭുതം കാണാൻ. ഇതുപോലെയാണ് ഇവിടെയും. കർത്താവ് ഒരുത്തന് സൗഖ്യം കൊടുത്തു. എന്നാൽ ആ സൗഖ്യം കൊടുത്തത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് അവനോട് ആലോചന ചോദിച്ച് എങ്ങനെ എന്നുള്ളത് അവൻ്റെ സാക്ഷ്യം കേട്ട് അതുപോലെ അവൻ ദൈവത്തോട് അടുക്കണം എന്നുള്ള ചിന്ത അവന് വരുന്നില്ല. അതാണ് പിശാച് അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ദൈവത്തോട് നമ്മൾ അടുത്ത്, ഇപ്പോൾ നമ്മൾ ഒരാളിത് പറയുകയാണ്, ഇങ്ങനെ ഒരു അനുഭവം സംഭവിച്ചു, അത് എങ്ങനെ, അതുപോലെ എനിക്കും അനുഭവിക്കണം എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടെ അവൻ ദൈവത്തോട് അടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളെ കാണിക്കുന്നത്. ഈ അടയാളങ്ങളെ ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അയൽവാസി ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് ദൂരമുള്ളവരായിരിക്കാം. ഇതൊക്കെ ദൈവം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ അയൽവശത്ത് ഒരു അത്ഭുതം, ഒരാൾക്ക് രോഗസൗഖ്യം നടന്നു. ആ രോഗസൗഖ്യത്തെ നടത്തിയെങ്കിൽ ആ രോഗസൗഖ്യ മുഖാന്തരം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് അവിടെ കാണിച്ചു തന്നത്. ഞാൻ അതിന് മനം തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. അത് സത്യമാണോ എന്ന് അറിയണം. അങ്ങനെ സത്യമാണെങ്കിൽ ആ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടണം എന്നുള്ളതായ ഒരു ഇതിനാണ് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ, പ്ലാനുകൾ. അത് നമ്മൾ തിരിച്ചറിയണം. ഇത് മനുഷ്യൻ ചെയ്യില്ല. ഈ അത്ഭുതം കാണാൻ ഓടും. അവിടെ ഇത് നടന്നു, അത് നടന്നു, അത് എങ്ങനെ നടന്നു അതിനെ ഒന്നും ചിന്തിക്കില്ല. ഇന്ന് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പലത്ത് നടക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കും, നിങ്ങൾ അങ്ങ് ഓടി പോവരുത്, അങ്ങനെ ഒന്നും നിങ്ങൾ ഓടി പോകരുതെന്ന് വിലക്കിയിട്ടുണ്ട്. എന്നാലും മനുഷ്യൻ വിലക്ക് മറുത്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ
ഈ കുരുടൻ്റെ അടുക്കൽ വന്നിട്ട് ഇവർ ചോദിച്ചു. അപ്പോൾ കുരുടൻ പറയുകയാണ്, കുരുടൻ സുഖമായവൻ, അതായത് അവന് സുഖം കിട്ടി, കർത്താവ് നല്ല പരിപൂർണ്ണ സുഖം കൊടുത്തു, അവന് ജന്മനാ കാഴ്ചയില്ലാതെ ഇരുന്നവന് കാഴ്ച കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നതാണ്, അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയുന്നതാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. യോഹന്നാൻ സുവിശേഷം 9:31 എടുത്ത് വായിച്ചു നോക്കുക. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞാനെന്നും പാപി 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 എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും നീ പാപിയായിരുന്നാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? നീ ജനിച്ച നാൾ മുതൽ ചിലപ്പോൾ നീ 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചേക്കാം. ഈ 100 വയസ്സ് വരെ നീ ജീവിച്ചാൽ, നീ പാപിയായി തന്നെ അവസാനം വരെ ഇരുന്നാൽ, നീ സമ്പാദിച്ചത് കൊണ്ടോ, നീ ഈ ഭൂമിയിൽ വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്തിയത് കൊണ്ടോ, നീ ഏക്കർ കണക്കിൽ സ്വത്തുണ്ടാക്കിയത് കൊണ്ടോ, അതുകൊണ്ട് എന്ത് പ്രയോജനം നിനക്ക്? എന്താണ് അതുകൊണ്ട് നേട്ടം? നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ, നീ ഈ സമ്പാദിച്ചു കൂട്ടിയതും ഇങ്ങനെയൊക്കെ കെട്ടിപ്പടുത്തിയതും കൊണ്ട് അതുകൊണ്ട് എന്ത് നേട്ടം? നിന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോകാതെ നോക്കണം. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളെ ആത്മാവ് പാതാളത്തിലേക്ക് പോയാൽ അതോടെ തീർന്നു. പാതാളമെന്ന് നമ്മൾ വാഗൊണ്ട് പറയുന്നത് പോലെ അല്ല. ആ ധനവാൻ പാതാളത്തിൽ കടന്ന് നിലവിളിക്കുന്ന ആ ഒരു രംഗം ഇവിടെ ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ അത് എത്ര ഭയാനകമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അത് എത്ര അത് ഭയങ്കരമാണ്. നമ്മൾ അതാണ് പലരും ഇവിടെ ഈ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരൊക്കെ ഈ ലോകത്തിലുള്ള മരണത്തെ അവർ നിസ്സാരമായി കണക്കാക്കി. ഈ ലോകത്തിലുള്ള മരണം അവർക്കത് നിസ്സാരമായി. കാരണം അടുത്ത മരണമാണ് ഏറ്റവും ഭയങ്കരമായത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന അടുത്ത മരണം. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ മരണത്തിൽ പോകരുത്. അത് സാത്താനെ അനുസരിക്കുന്നവർക്കും വേണ്ടി വച്ചിരിക്കുന്നതാണ്. സാത്താനും സാത്താൻ്റെ ദൂതന്മാർക്കും സാത്താനെ അനുസരിച്ച് ജീവിക്കുന്ന സകലർക്കും വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പാതാളം, നരകം. അവിടേക്ക് ദൈവജനം പോകരുതെന്ന് ദൈവത്തിന് വലിയ നിർബന്ധമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ അങ്ങോട്ട് പോകരുത്. അങ്ങനെയാണ് ദൈവം പലരും ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനും ഇതാ ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ വചനം സംസാരിച്ച് നിങ്ങളെ മുന്നിൽ ഞാൻ തരികയാണ്. അപ്പോൾ ഇത് തരാൻ വേണ്ടി അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എനിക്ക് ലോകമെല്ലാം പോയി സുവിശേഷം പറയാൻ ദൈവം അങ്ങനെ ഒരു സംഭവം എനിക്ക് വച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെയെങ്കിലും ഒരാളെയെങ്കിലും സുവിശേഷം പറഞ്ഞ് ഇത് കേൾക്കുന്ന എല്ലാവരും യൂട്യൂബിൽ കാണുന്നവരല്ല. എല്ലാവരുടെ കയ്യിലും ഈ യൂട്യൂബ് നോക്കുന്ന മൊബൈലും കാണില്ല. എന്നാൽ ചിലരുടെ അടുക്കലെങ്കിലും ഈ സംഭവം ഉണ്ട്. അവർ കാണും, അവർ അത് കണ്ട് കേൾക്കും. കേട്ടിട്ട് അതിൽ അവർക്കൊരു മാനസാന്തരം ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ആ ചിന്തിച്ച് മനുഷ്യൻ മാനസാന്തരപ്പെടുമെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ദൈവം ഓരോരുത്തരെ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല. ഒരു മനുഷ്യൻ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവനെ ഉപദേശിക്കാൻ ചിലപ്പോൾ അയൽവശത്തിൽ ആരെങ്കിലും അയക്കും ദൈവം, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് ആരെങ്കിലും അയക്കും. അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ഉപദേഷ്ടാക്കന്മാരെ ദൈവം അയക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം ആദ്യം. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, ആരെങ്കിലും എന്നെ ഇതുപോലെ ഉപദേശിക്കാൻ വന്നാൽ ഉടനെ അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു, ഇവൻ എന്നെ ഉപദേശിക്കാൻ വരുന്നു, ഇവ നടക്കുന്നതോ, ഇവൻ്റെ പ്രവൃത്തിയോ, ഇവൻ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇവൻ ഇങ്ങനെ ചെയ്യുന്നില്ലേ, ഇല്ല അവൻ നടക്കുന്ന കണ്ടില്ലയോ, അവൻ്റെ ആ തെറ്റുകളെ അവൻ ബാല്യകാലം മുതൽ അവൻ ചെയ്ത തെറ്റുകളെ അവൻ്റെ ഉള്ളിലേക്ക് അവൻ ഉണർത്തിയെടുക്കും. സാത്താൻ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരും. എന്നാൽ അവൻ്റെ വായിൽ നിന്ന് വരുന്ന നല്ലതിനെ എടുക്കാൻ ഇവൻ്റെ ചിന്തയിൽ കയറില്ല. കാരണം ഇത് പിശാച് ബന്ധിച്ചു വച്ചിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ മാനസാന്തരപ്പെടാത്തത്. എന്നും പാപി. പാപിയെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത്. പാപിയെ രക്ഷിക്കാൻ വന്നത് പാപിയായിരിക്കണമെന്നല്ല, പാപി മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപി നല്ല മാനസാന്തരപ്പെട്ട് വിശുദ്ധനായി ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്ത്, ആ പർദീസയിൽ, ആ സ്വർഗരാജ്യത്തിൽ പോകണമെന്നും, കർത്താവ് അവിടെ നഷ്ടപ്പെട്ടു പോയ ആദാമിൻ്റെ കാലത്ത് മനുഷ്യന് കൊടുക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയ ആ ജീവൻ്റെ വൃക്ഷം,
ആ വൃക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്ന കനി ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ വലിയ പ്ലാനും പദ്ധതിയുമാണ്. അതിനാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന ഒരു ഭോഷത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം എന്ന ഭോഷത്വത്തിൽ കൂടെ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു. സുവിശേഷം പറഞ്ഞ് അങ്ങനെയെങ്കിലും മനുഷ്യൻ വിടുവിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നാം തയ്യാറാകണം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, അത് ഉള്ളതാണ്. പാപിയായിരുന്നു കൊണ്ട് ഞാൻ എപ്പോഴും പാപം ചെയ്തുകൊണ്ട് പാപത്തിൻ്റെ അടിമയിൽ കടന്നുകൊണ്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം തിരിഞ്ഞൊന്നും നോക്കില്ല. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ നീ നിന്നെ വിട്ടുകൊടുക്കണം, നീ സമർപ്പിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ അതിന് തയ്യാറാവില്ല, നമ്മളെ പ്രാർത്ഥന കേൾക്കുകയും വേണം. അതെങ്ങനെയാണ് നടക്കുക? ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ദൈവം അങ്ങനെ ഒരു നിയമവും വച്ചിട്ടില്ല. നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോടു കൂടെ ചേർന്ന് ദൈവം പറയുന്നത് കേൾക്കുമെങ്കിൽ അത് ദൈവം അംഗീകരിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു, പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും അവൻ ശപിക്കപ്പെട്ടവൻ. ഒരു പാപി അവൻ ഈ ഭൂമിയിൽ ചിലപ്പോൾ ആയുസവന് 100 വയസ്സ്, അവൻ എങ്ങനെ ഇരുന്നാലും ശരി 100 വയസ്സ് ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:20 നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:20. ഒരു പാപി അവൻ 100 വയസ്സ് വരെ ജീവിച്ചാലും അവൻ ശപിക്കപ്പെട്ടവൻ. എത്ര തന്നെ എന്ത് തന്നെ സമ്പാദിച്ചാലും എന്ത് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പാപിയായിട്ട് ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പാപികളെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. പാപികളെ രക്ഷിക്കാൻ വന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ വിശുദ്ധരായി തീരണം. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. വീണ്ടും കർത്താവ് ഒരിടത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 15:22 എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ വന്ന് അവരോട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികളിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. കണ്ടോ, കർത്താവ് യേശുക്രിസ്തു പറയുന്നതാണ്, ഞാൻ വന്ന് ഇവരോട് സംസാരിക്കാതെ ഇരുന്നെങ്കിൽ, അതായത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരാതെ ഇരുന്നെങ്കിൽ ഇവരുടെ പാപത്തിന് ആരും കണക്കിടില്ല എന്ന്. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഈ മനുഷ്യർക്ക് വേണ്ടി തന്നെ അർപ്പിച്ചു. എന്നാൽ അതിനു മുമ്പായി കർത്താവ് പറയുകയാണ്, ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഇവരുടെ പാപത്തിന് ഒഴിവളിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എന്നെ അയച്ച പിതാവിനെയും പകയ്ക്കുന്നു. അതായത് എന്നെ ആര് പകയ്ക്കുന്നോ അവൻ പിതാവിനെയും പകയ്ക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഏതൊരു വ്യക്തി അംഗീകരിക്കുന്നില്ലയോ, ഏതൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ലയോ, തള്ളിപ്പറയുന്നോ, അവൻ പിതാവിനെയും തള്ളിപ്പറയാണ്. അവന് ദൈവമായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഏതൊരു വ്യക്തി, പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്ക് ഒരു രക്ഷയും ഇല്ല. കാരണം യേശു ക്രിസ്തു, അതായത് പിതാവായ ദൈവം പുത്രനെ ഇവിടെ അയച്ചു, പുത്രനായിട്ട് വന്നു. അതുകൊണ്ട് അവൻ പുത്രനാണ്, ദൈവപുത്രൻ. ആ പുത്രനായിട്ട് വന്നതുകൊണ്ട് ആ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ കൊടുക്കാൻ പിതാവ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ കുറേ ഭാഗങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കത് വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 1:6-7 അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ഭാഗം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:6-7 അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്ക് പറയുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ കൂട്ടായ്മ ഉണ്ടെന്ന് നാം പറഞ്ഞിട്ട് നമ്മൾ ഇരുട്ടിൽ നടന്നാൽ നമ്മൾ പോസ്ക് പറയുന്നു. അടുത്ത്
സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രധാന ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ. എന്ന് വെച്ചാൽ യോഹന്നാനാണ് ഈ വെളിപ്പാടൊക്കെ കൊടുക്കുന്നത്. യോഹന്നാനും വെളിപ്പാടൊക്കെ കൊടുത്ത് അത്രയും പ്രധാനപ്പെട്ട ഒരു അപ്പോസ്തലനായിട്ട് ഇവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പത്രോസ്, ഒന്ന് യോഹന്നാൻ. അതുപോലെ തന്നെ പലരും, എല്ലാവരെയും അവരുടെ കാര്യങ്ങളെ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നാം മനസ്സിലാക്കണം, നമുക്ക് പാവമില്ല. പലരും അങ്ങനെയാണ്. എന്ത് ചെയ്താലും ശരി, ഈ ജഡീക സ്വഭാവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തി. ഈ ജഡീക സ്വഭാവത്തെ ചുമന്നുകൊണ്ട് നടക്കും. അത് ഉപേക്ഷിക്കാൻ വയ്യ. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും, ദൈവത്തിൻ്റെ അടുക്കൽ പോവുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, ആരാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ കൂടെ അത് അരുളി ചെയ്തിരിക്കുന്നതാണ്. അവനോട് കൂട്ടായ്മ ഉണ്ട്, സത്യമാണ് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്കോ പറയുന്നു, കള്ളം പറയുന്നതാണ്. അങ്ങനെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാരണം ദൈവം നമ്മളെ ഹൃദയങ്ങളെയെല്ലാം ശോധന ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് കള്ളം പറയാനേ പറ്റത്തില്ല. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവമോ അവൻ്റെ ഉള്ളിലെ ഹൃദയത്തിലെ അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിൽ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അതായത് നമ്മൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിൻ്റെ സഭയിൽ ചേരുകയും കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയും കർത്താവിൻ്റെ ആ മേശയിൽ നിന്ന് അപ്പം ഭക്ഷിക്കുകയും ഇങ്ങനെ നമ്മൾ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവനോട് കൂട്ടായ്മ ഉണ്ട്. ദൈവം നമ്മളിലുണ്ട്, ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മൾ ഇതൊന്നും ഇല്ലാതെ, മാനസാന്തരപ്പെടാതെ, വിശുദ്ധി കൂടാതെ നമ്മൾ അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് പോസ്കാണെന്ന് അപ്പോസ്തലനായ യോഹന്നാനിൽ കൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ മനുഷ്യരായവർ പാപം ചെയ്യുന്നവരാണ്, പാപം ചെയ്തിട്ടുള്ളവരാണ്. പാപം ചെയ്യാതെ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ആരും അങ്ങനെ തെറ്റായ ചിന്തയിലേക്ക് പോകരുത്. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ്, അതായത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സകല പാവങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി കുരിശിൽ യാഗം തീർത്തത്. ഈ യാഗത്തെക്കുറിച്ച് ഞാൻ വേറൊരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് യാഗം. അപ്പോൾ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ രക്തം നമ്മളെ സകല പാവങ്ങൾക്ക് വേണ്ടിയാണ് ചൊരിഞ്ഞത്. അപ്പോൾ ആ പാവങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടെ കർത്താവിനോട് ഏറ്റുപറയാം, കർത്താവേ, ഞാൻ ഈ പാവം ചെയ്തു പോയി. ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ജീവിച്ചു ഈ ഭൂമിയിൽ. ജീവിച്ചിരുന്നിട്ട് ഞാൻ ഇന്ന ചെയ്തു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, ഞാൻ കള്ളം പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവിടെ അത് കുത്തിവെച്ചിരിക്കും, രേഖപ്പെടുത്തി വെച്ചിരിക്കും. നിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് ഓർമ്മപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് ഓർമ്മപ്പെടുത്തി തരും. മനസ്സിലായോ? നമുക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും നമ്മൾ ചെയ്തിട്ടുള്ള ആ തെറ്റ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും. അവൻ പാവത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തും. ആ പാവത്തെക്കുറിച്ച് അവൻ ബോധ്യം വരുത്തും. എന്താണ് പാവം, നീ അത് ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യം വരുത്തും. ഉടനെ നാം ചെയ്യേണ്ടത് എന്താണ്? നാം ഉടനെ തന്നെ ആ പാവത്തെ ഏറ്റു പറയണം കർത്താവിനോട്. കർത്താവേ, ഞാൻ അറിവില്ലാതെ ഇത് ചെയ്തു പോയി, ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ അറിവില്ലാതെ ചെയ്തു പോയി, പിതാവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിപ്പോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് മനുഷ്യൻ ചെയ്യില്ല. ഇത് ചെയ്യാൻ അവൻ തന്നെ അങ്ങ് നീതീകരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് കുറേ പാട്ടും പാടി കുറേ പ്രാർത്ഥനയൊക്കെ ചെയ്യും. പക്ഷേ അവൻ്റെ ആ ഉള്ളിൽ കിടക്കുന്ന ആ പാപം, അവൻ അന്ന് ചെയ്ത പാപം, അവനത് ഏറ്റുപറയാൻ തയ്യാറാവില്ല. അതാണ് അങ്ങ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിൻ്റെ ആദ്യ മകൻ
കായിൻ അവന് സംഭവിച്ചത്. തൻ്റെ പാവങ്ങളെ അവൻ ഏറ്റുപറഞ്ഞില്ല. കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു മനോഭാവം ഒരു വ്യക്തിക്കുണ്ടാകണം. അല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയും നീതിമാനായിട്ട് ആരും ജനിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ എല്ലാവരും പല പല പാവങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സകല പാവങ്ങളെയും പോക്കി നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിൽ ഞാൻ പാവമൊന്നും ചെയ്തില്ല, ഞാനത് ചെയ്തത് പാവമല്ല എന്ന് ചിന്തിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ ദൈവം നമ്മളെ തൂക്കി നോക്കും. നമ്മളെ അളവ് തൂക്കി നോക്കിയിട്ട് അങ്ങിടും. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടേണ്ട നന്മ കിട്ടില്ല. അത്രയും തടസ്സമായി പോവും. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നന്മ വേണമോ, ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടണമോ, നമ്മൾ പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അതായത് ഇന്ന് ചെയ്ത പാവം നാളെയും ചിലപ്പോൾ അതേ സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതേ സാഹചര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു കള്ളം പറയുന്ന ഒരു സാഹചര്യം, ഇതിപ്പോൾ ഒരു കള്ളത്തിൻ്റെ കാര്യമാണ്. ഒരു കള്ളം പറയുന്ന സാഹചര്യം നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അന്ന് ദൈവം നമുക്ക് ഈ സാഹചര്യത്തിൽ ക്ഷമ തന്നു. അടുത്ത സാഹചര്യം വരുമ്പോൾ നമ്മളവിടെ ദൈവത്തോട് നിരന്നത് കൊണ്ട് അവിടെ നമ്മൾ ജയിക്കാൻ നോക്കണം. കള്ളം പറയാതെ, എന്ത് തന്നെ വന്നാലും ശരി, കളുത്തു പോയാലും ശരി, കള്ളം പറയാതെ നിൽക്കാൻ നോക്കണം. അവിടെയാണ് നമ്മൾ സാത്താനെ ജയിക്കുന്നത്. അവിടെയാണ് നമ്മൾ പൈശാചിനെ ജയിക്കുന്നത്, പാപത്തെ ജയിക്കുന്നത്. പാപം എന്ന് പറയുന്നത് സാത്താനാണ്. പാപത്തെ ജയിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. അതായത് സ്വർണത്തെ തീയിലിട്ട് ചുട്ട് അതിനെ പഴുപ്പിച്ച് അതിനെ പുറത്തെടുത്ത് ശുദ്ധീകരിച്ച് നല്ല സ്വർണമാക്കി ആഭരണമാക്കി അതിലെ കഴുത്തിൽ അണിയുന്നത് പോലെ ഈ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ വിടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ നമ്മൾ കള്ളം പറഞ്ഞു, ദൈവത്തോട് നിരപ്പ് അപേക്ഷിച്ചു, കർത്താവേ, ഞാൻ ഈ കാര്യം ഇന്ന് അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നുപോയി, എന്നോട് നീ ക്ഷമിക്കണം. എന്നാൽ ഇതേ പാവം നീ ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ നീ കള്ളനാണ്. അപ്പോൾ ദൈവം നിന്നെ അത്ര തൂക്കി നോക്കിയിട്ട് നിന്നെ അങ്ങ് തള്ളും. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ തോൽവികൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വേറെ പാവങ്ങൾ, വേറെ പലതരത്തിലുള്ള പാവങ്ങളും ഇതുപോലെ തന്നെ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണത്. ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മനുഷ്യൻ ഒരു സമയം തെറ്റി അവൻ്റെ ഉള്ളിൽ അത് കുറ്റമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് അത് തോന്നിപ്പിക്കുന്നതെന്നുള്ള ചിന്ത എപ്പോഴും വേണം മനുഷ്യനെ. പരിശുദ്ധ ആത്മാവാണ് അത് തോന്നിപ്പിക്കുന്നത്. ഇത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണ്, നീ ഇത് പറഞ്ഞത് തെറ്റാണ്, നീ ഇങ്ങനെ പോകരുത്. ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കി അതിൽ നിന്ന് ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു പോലും അത് പറഞ്ഞതാണ്. ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും, അവൻ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തും. അത് ഏത് പാപമായാലും ശരി, നമ്മളെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പാപമായിരുന്നാലും ശരി, ആ പാപത്തെക്കുറിച്ച് അവൻ ഇങ്ങനെ കുറേച്ച ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും. ദൈവം കുറേച്ച നമ്മളെ കാര്യങ്ങളെ അതിൻ്റെ അടുത്ത് കൂടെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ. അല്ലാതെ എനിക്ക് പാവമൊന്നുമില്ല, ഞാൻ തോന്നിയ വാസം ജീവിക്കും, ഞാൻ തോന്നിയിടത്ത് പോവും, കാണുന്നിടത്ത് ചെന്ന് തലവണക്കും, എല്ലാ സ്ഥലത്തും ചെന്നിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കും, കാണുന്നവനൊക്കെ ദൈവമേ എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ പോയാൽ നീ അങ്ങനെ പോവുകയുള്ളൂ. 100 വയസ്സ് വരെ ഇവിടെ ജീവിക്കാം. ദൈവം നിനക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത് നീ അനുഭവിക്കും, തിന്ന് കുടിച്ച് ചിലപ്പോൾ കിടക്കും, അവസാനം പാതാളത്തിലേക്ക് പോവാൻ റെഡിയായിരിക്കുക.
എന്നാൽ ദൈവത്തോടുകൂടെ ചേർന്ന് ദൈവത്തോടുകൂടെ അടുത്ത് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിയ കൃപ നമ്മൾ അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്നേഹം എന്തെന്ന് നമ്മൾ അനുഭവിക്കാൻ പറ്റും. അങ്ങനെ കർത്താവിന് രുചിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൽ നിന്നുള്ള ആ കൃപ, ആ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ബലം എന്താണെന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തോട് നമ്മൾ ചേർന്ന് നടക്കുന്ന അനുഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അനേകർക്ക് ഇന്ന് വേണ്ട. പാവം ഇടണ്ട, കച്ചത്തിലിരിക്കുന്നത് ഇടണ്ട, മുകളിലിരിക്കുന്നത് പിടിക്കണം. എങ്ങനെയാണ് പിടിക്കാൻ പറ്റുക? നീ മുകളിലിട്ട് കൈ നീട്ടിയാൽ കച്ചത്തിലിരിക്കുന്ന താഴെ പോവുക തന്നെ ചെയ്യും. ഇവ കച്ചത്തിൽ ഇടിക്കൊണ്ട് എങ്ങനെയാണ് പിടിക്കുക മുകളിൽ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്, പരിശുദ്ധിയാണ്. നമ്മൾ എന്ത് പാവം ചെയ്താലും പ്രിയമുള്ളവരെ അതിനെക്കുറിച്ചൊന്നും പ്രയാസപ്പെടണ്ട. മനുഷ്യനാണ്, പാപം ചെയ്യുന്നവനാണെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഞാൻ ചെയ്ത പാവങ്ങളെ ഓർത്താൽ ആരും എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും തരൂല്ല പ്രിയമുള്ളവരെ, അത്രമാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ സ്നേഹം ഏറ്റുപറഞ്ഞ്, കർത്താവേ ഞാനത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ആ സ്നേഹം അത് എത്രമാത്രം ആണെന്ന് രുചിച്ചറിഞ്ഞ് എനിക്കേ അത് അറിയാവൂ. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെയെല്ലാം രുചിച്ചറിഞ്ഞവർക്കേ അത് മനസ്സിലാവൂ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന്. അല്ലാതെ ഈ ഭൂമിയിൽ കുറേ നമ്മൾ പണമുണ്ടാക്കി, ഈ വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാക്കി, വലിയ സ്വത്തുകളുണ്ടാക്കി വച്ചുകൊണ്ട് നമ്മൾ അങ്ങ് ജീവിക്കുന്നത്, ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. ഇത് ഭൂമിയിൽ മനുഷ്യന് പലർക്കും പലതരത്തിൽ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ, പലർക്കും പലതരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, അതാണ് വലുതെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റി, അവിടെ നമ്മൾ വീണുപോയി. എന്നാൽ ഇതെല്ലാം തരാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. ഇതെല്ലാം ഈ ഭൂമിയിലുള്ള സകലതും തരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ കൊടുത്ത്, നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച്, നമ്മൾ ദൈവത്തിൻ്റെ നല്ലൊരു പുത്രനായോ പുത്രിയായോ തീർന്ന് ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങണം എന്നാഗ്രഹിച്ചാൽ ദൈവം ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമുക്ക് തരാൻ കഴിവുള്ളവനാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ അടുക്കാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ. അതാണ് അപ്പോസ്തലനായ യോഹന്നാനിലൂടെ പറയുന്നത്. ഇനി അതേപോലെ തന്നെ കർത്താവ് പറയുന്ന വേറൊരു സംഭവം, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ, അതായത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് എന്തെന്ന് വെച്ചാൽ, അവൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കാതിരുന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രസാദം ലഭിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക, അതാണ് ഏറ്റവും ഒന്നാമത്തെ ഇത്. ഇതാ 1 യോഹന്നാൻ 3:22 അതിലിപ്രകാരം പറയുന്നു, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അതായത് അവൻ്റെ കൽപ്പന ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമായിട്ട് ഉറച്ച് വിശ്വസിക്കണം. ഉറച്ച്, അതായത് അവൻ ഒരല്പം പോലും സംശയം നമ്മളെ ഉള്ളത്തിൽ ഉണ്ടാകരുത്. അവൻ സഹായിക്കുമോ, അവൻ വിടുവിക്കുമോ, ഈ ആൾക്കാർ കള്ളം പറയുന്നതാണോ, ഇത് സംഭവിക്കുന്ന കാര്യമാണോ, മറ്റവർ ഇന്നടത്ത് പോകുന്നല്ലോ, അവർ പോകുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും നന്മകൾ കിട്ടിയത്,
നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, വിശ്വസിക്കുകയാണല്ലോ, നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള അവിശ്വാസത്തിൻ്റെ ഹൃദയങ്ങളെ നമ്മളെ ഉള്ളിൽ ഉരുവപ്പെടുത്തിയെടുക്കുമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലവും ഉണ്ടാവില്ല. നമുക്ക് ആഴമായ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ അത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മളെ ജീവിതം അങ്ങനെയാണ്, ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ജീവിതം വച്ചിരിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ദൈവത്തോടുള്ള അടുപ്പം, ആ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മൾ ആശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് വേണം നമുക്ക്. അതുപോലെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അതുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യം സത്യമാണ് എന്നുള്ള വിശ്വാസം വേണം നമുക്ക്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം വേണം നമുക്ക്. നാളെ ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള വിശ്വാസം വേണം. നമ്മൾ ഈ ഭൂമിയിൽ ഒന്നാമത്തെ മരണം, അടുത്ത് രണ്ടാമത്തെ മരണമുണ്ടെന്നുള്ള വിശ്വാസം വേണം. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതും എന്നുള്ള വിശ്വാസം വേണം. ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കിട്ടും എന്നുള്ള വിശ്വാസം വേണം. ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് അടി ഉറച്ച വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് നേടുവാൻ സാധിക്കൂ. വിശ്വാസമില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വാസമില്ലാത്തവൻ ഒരു കാര്യത്തിനും ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് പോയി ഒന്നും നേടാൻ പറ്റത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ മാനസാന്തരത്തിൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടും ഭക്തിയോടും നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം നമുക്ക് ലഭിക്കും. ഇനി കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിൽ കൂടെ പല ഭാഗങ്ങളിൽ കൂടെ പല കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം ഒന്നും പറയാനുള്ള സമയമില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. കുറേച്ച നമുക്കത് ചിന്തിക്കാം. ദൈവം എന്നിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അത് തീർച്ചയായും അത് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവോടെ പ്രവർത്തിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കും. ദൈവം എന്നെ വിടുവിച്ചു, എന്നെ സൗഖ്യമാക്കി, അവരെയും സൗഖ്യമാക്കും. എനിക്ക് ഉറപ്പാണ്. കർത്താവിൻ്റെ കൃപ അവർക്കും ലഭിക്കും. ആരായാലും ശരി, ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഏത് മുക്കിലും മൂലയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നുവോ ആ വ്യക്തിക്ക് എന്നെ സൗഖ്യമാക്കിയ ദൈവം അവരെയും സൗഖ്യമാക്കും. എന്നെ വിടുവിച്ചവൻ അവരെയും വിടുവിക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെങ്കിൽ അവരെയും പ്രാർത്ഥന കേൾക്കും. ഞാൻ ഉറപ്പായി പറയുകയാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. ദൈവം അത്രമാത്രം സ്നേഹമുള്ളവനാണ്. അത്രമാത്രം സ്നേഹമുള്ളവനെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മളെ ദൈവത്തെ നമ്മൾ രുചിച്ചറിയണം. ഇതാ കർത്താവ് ഇവിടെ ഒരു യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 13 താഴോട്ടുള്ള വാക്യം ഞാൻ ഇതാ വായിക്കുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. കർത്താവ് പറയുന്ന വാക്കാണ്. അതായത് ഏതൊരു വ്യക്തി പിതാവിനോട് അപേക്ഷിക്കുകയാണ്, പിതാവിനോട് അപേക്ഷിക്കുന്ന കാര്യം ഇവിടെ പറയുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതാണ് പറയുന്നത്. യേശു ക്രിസ്തുവാണ് ഇവിടെ മധ്യസ്ഥനായി നിൽക്കുന്നത്, അല്ല വേറൊരുത്തൻ്റെ നാമവുമല്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തി. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മറിയയുടെ പേരിലായാലും ശരി, ഇല്ല അപ്പോസ്തലന്മാരുടെ പേരിലായാലും ശരി, ദൂതന്മാരുടെ പേരിലായാലും ശരി, ഈ ലോകത്തിൽ ചത്തുപോയവരുടെ ഏതൊരു വ്യക്തിയുടെ പേരിൽ നീ ചോദിച്ചാലും നിനക്കൊരു വകയും തരാൻ പോണില്ല ദൈവം. അങ്ങനെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുമില്ല. നീ ചത്തവരുടെ പേരിൽ ചോദിച്ചാൽ അവർ വന്ന് ചോദിച്ച് ഞാൻ തരുമെന്നും പറഞ്ഞിട്ടേ ഇല്ല. ആ അന്ധവിശ്വാസത്തിൽ പോകുന്നവർ മാനസാന്തരപ്പെട്ടുകൊള്ളുക. ഞാൻ എപ്പോഴും അത് പറയും. കാരണം എന്നെ ദൈവം നിയമിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഇരുട്ടിൽ കിടക്കുന്ന ജനം, ഈ അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന ജനത്തിന് ഇത് പറ, എനിക്ക് ഇതെല്ലാം പറഞ്ഞു തന്ന് ഇതിൻ്റെ ആഴവും നീളവും വീതിയും എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം വ്യക്തമായി മനസ്സിലാക്കി തന്ന് ഇവരോട് പറ എന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നത്, അല്ലാതെ എൻ്റെ താല്പര്യം കൊണ്ടൊന്നല്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ആരും തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അങ്ങ് ദൈവത്തോട് പറഞ്ഞുകൊള്ളുക. എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക ദൈവത്തോട്.
ഇവൻ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ബൈബിൾ എടുത്ത് വായിച്ച് നോക്കുക. ദൈവം അതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അല്ലാതെ നിങ്ങൾ ഒന്നും മനസ്സിൽ പുറപ്പെടുക്കേണ്ട ആവശ്യവുമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ. ഞാനത് പറയുന്നത് ഞാൻ തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ആരും ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസം തോന്നിയോ, ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞു, ഇല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞു, ദൂതന്മാരെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രയാസം തോന്നിയോ, നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ, നേരെ ദൈവത്തെ വിളിക്കുക, ദൈവത്തോട് പറ. അല്ലാതെ നിനക്ക് മനസ്സിൽ ബുദ്ധിമുട്ട് തോന്നി അമ്മേ ഇവ ഇങ്ങനെ പറയുന്ന അമ്മേ എന്ന് പറഞ്ഞ് അമ്മ ഒന്നും ചെവിയാക്കില്ല. ജീവനുള്ള ദൈവത്തെ വിളി, ജീവനുള്ള ദൈവത്തെ വിളി. അപ്പോൾ ദൈവം ഉത്തരം തരും. അവൻ പറഞ്ഞത് ശരിയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്. ചിലപ്പോൾ നിനക്ക് സ്വപ്നത്തിൽ നിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ദർശനത്തിൽ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിനക്കത് പറഞ്ഞു തരും ദൈവം. ദൈവം സംസാരിക്കുന്നത് അങ്ങനെയാണ് പ്രിയമുള്ളവരെ. ചിലപ്പോൾ കാതിൽ നിനക്ക് പറഞ്ഞു തരും. എന്നോട് കാതിൽ സംസാരിച്ചിട്ടുണ്ട് കർത്താവ്, അറിയാമോ? ചിലപ്പോൾ സ്വപ്നത്തിൽ പറഞ്ഞു തരും, ദർശനത്തിൽ, അങ്ങനെ പല പല രീതിയിൽ കർത്താവ് നിനക്ക് പറഞ്ഞു തരും ഈ കാര്യങ്ങളെ, സ്വർഗീയ കാര്യങ്ങളെ. നിനക്ക് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായി, എനിക്കറിയാം. പലരും, കാരണം ഈ അമ്മയെ പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഇത്തിരി വേദനിക്കുന്ന കാര്യമാണ്. കാരണം അവരറിയുന്നില്ലല്ലോ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ട് അവർക്കത് പ്രയാസം തോന്നും. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല, അതിനെ വിട്ടുപേക്ഷിക്കുക. നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇവിടെ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിലാണ്. സ്വർഗം ഇട്ട പേരും തന്നെയാണത്. മറിയോട് പറഞ്ഞതാണ്, അവരോട് പറഞ്ഞതാണ്, യേശു എന്ന് പേരിട്. സ്വർഗമിട്ട പേരാണ് ഈ ഭൂമിയിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന പേര്, യേശു. ഈ യേശു എന്ന പേര് പറഞ്ഞാൽ പൂത അനുസരിക്കും, സാത്താൻ പോവും. ഈ ഭൂമിയിൽ നീ മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ മഴ നിൽക്കുമോടെ. കാറ്റിനോട് പറ, കാറ്റ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നില്ലെന്ന് പറഞ്ഞാൽ കാറ്റ് അവിടെ അമരും. വിശ്വാസത്തോട് പറഞ്ഞാൽ നിൽക്കും. യേശു ക്രിസ്തു എന്ന നാമം എടുത്ത് പറഞ്ഞു നോക്ക് വിശ്വാസത്തോടെ, നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് പറഞ്ഞു നോക്ക്. എൻ്റെ ഒരുപാട് അനുഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് പറഞ്ഞു നോക്ക്. വിശുദ്ധിയോ, അതായത് ദൈവത്തിൻ്റെ ആ വിശ്വാസത്തോടെ പറഞ്ഞു നോക്ക്. മഴ പെയ്തുകൊണ്ട് നിൽക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് ആ മഴയെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. കാറ്റ് നില്ലെന്ന് പറഞ്ഞാൽ അനുസരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഇത് വെറുതെ അല്ല യേശു ക്രിസ്തു എന്ന നാമം വച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന നാമത്തെ അനുസരിക്കുന്ന സർവ്വതും, അതായത് ഈ അനുസരിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല, സ്വർഗത്തിലുമില്ല ഭൂമിയിലുമില്ല, യേശു ക്രിസ്തു എന്ന നാമത്തെ അനുസരിക്കാതെ. പക്ഷേ പറയുന്ന വ്യക്തി അത്രയും വിശുദ്ധിയും ഭക്തിയുമുള്ളവനായിരിക്കണം. ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കാപ്പിക്കാം. ഞാൻ ഇത് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ വാ കൊണ്ട് ഞാൻ ചുമ്മാ ഉളറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ല, അങ്ങനെ ഉളറുന്ന കൂട്ടത്തിലല്ല ഞാൻ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി കേട്ട് മനസ്സിലാക്കി ഞാൻ നിങ്ങളടുത്ത് വിളമ്പുന്നതാണ്, പറയുന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. എന്തുകൊണ്ട് ഞാനിത് ഭയപ്പെടാതെ പറയുന്നു? എനിക്ക് ഭയമില്ലയോ? ദൈവത്തിനെതിരായി സംസാരിച്ചാൽ എനിക്ക് ശിക്ഷ ഉറപ്പാണ്. ദൈവത്തിനെതിരായി സംസാരിച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഇത് സംസാരിക്കുന്നു? നിങ്ങൾ മരിച്ചുപോയ, ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഒരു വ്യക്തിയെ നിങ്ങൾ വിളിക്കരുത് എന്ന് ഞാൻ എന്തുകൊണ്ട് ഇത്രയും ധൈര്യത്തോടെ പറയുന്നു? എന്തിനാ ഞാൻ മറിയെ നിങ്ങൾ വിളിക്കരുതെന്ന് പറയുന്നു? മറിയെ നമ്മളെ സഹായിക്കില്ല എന്ന് എന്തുകൊണ്ട് ഞാൻ പറയുന്നു? കർത്താവ് തന്നെ ഇത് വ്യക്തമായി എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ആരൊക്കെ ഇത് കേൾക്കണമെന്ന് എനിക്കറിയില്ല പ്രിയമുള്ളവരെ. ഈ യൂട്യൂബ് കാണുന്നവർ എവിടെയൊക്കെ ഇരുന്ന് കാണണമെന്ന് എനിക്കറിയില്ല. കാണുന്നവർ ആരായിരുന്നാലും ശരി, ഇതാണ് സത്യം. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളുക, ഇല്ല എങ്കിൽ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവൻ ഇങ്ങനെ ചെയ്യുന്നല്ലോ, ഇവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലോ, ഇത് ശരിയാണോ? നീതിമാനായ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, പരിശുദ്ധനായ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയുകയുണ്ടായി, ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ എന്നെ നോക്കി തന്നെ, എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞതാണ്, അപ്പാലെ പോ സാത്താനെ എന്നെ. കാരണം ഞാൻ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നത് അതായത് സാത്താനാണ് പറയുന്നത്, അവരെ ചിന്ത. കാരണം അവൻ്റെ അമ്മയെ വിളിക്കാത്തത് കൊണ്ട്, ഞാൻ അമ്മയെ എതിർത്ത് പറയുന്നതുകൊണ്ട്, അമ്മയെ നിങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അടുത്ത് പറയണത്.
അങ്ങനെയുള്ള ചിന്തഗതികാരും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുക, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ. ഇനി ഞാൻ തിരുവചനത്തിലേക്ക് വരുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷം 14:12 ആമേൻ ആമേൻ. ഈ 2 പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തു ആമേൻ ആമേൻ എന്ന് പറയുമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കത്തില്ല എന്നുള്ള ഒരു സംഭവമില്ല. ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 100 വട്ടം സംഭവിക്കുന്ന കാര്യമാണ്, സംഭവിക്കാത്ത കാര്യമല്ല. പ്രിയമുള്ളവരെ, ഒരിക്കലും സംശയിക്കരുത് ദൈവത്തെ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്തും. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത എത്ര പ്രവൃത്തി ഉണ്ടോ ഇതേക്കാൾ വലിയ പ്രവൃത്തി തന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് വെറുതെ പറഞ്ഞതാണോ? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞ കാര്യമാണ്. വെറുതെ പറഞ്ഞതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ വിശ്വാസത്തിൽ പറഞ്ഞു നോക്ക്, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന്. പ്രിയമുള്ളവരെ, വിശ്വാസമെന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കണം. ജീവിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ട് നീ ഒന്ന് പ്രവർത്തിച്ച് നോക്ക്. ജീവിതത്തിൽ എന്തെല്ലാം നടക്കുമെന്ന്, എന്തെല്ലാം സംഭവിക്കുമെന്ന്. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന, അതായത് ഈ സർവ്വ ലോകത്തിൻ്റെയും രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന് വേണ്ടി എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല. പ്രിയമുള്ളവരെ, മതിയാവില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ്. ആ സ്നേഹത്തെ രുചിച്ചറിയണം. നിങ്ങൾ ആ സ്നേഹത്തെ രുചിച്ചറിയുക, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുക. അല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ചു പോയ ചത്തവരെ വിളിച്ചിട്ട് നിങ്ങൾ ഒരു സ്നേഹവും തിരിച്ചറിയാൻ പോണില്ല. ഒരു മാനസാന്തരവും ഇല്ലാതെ തോന്നിയവാസം ജീവിച്ച് ഈ ശരീരത്തിലുള്ള ചത്ത സ്വഭാവങ്ങളെയും കൊണ്ട് നടന്നിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരർത്ഥവുമില്ല. ഇവിടെ ഇതാ കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് എന്നിൽ ഞാൻ ചെയ്തതേക്കാളും വലിയ പ്രവൃത്തി അവൻ ചെയ്യും, അതിൽ വലിയതും ചെയ്യും എന്ന് പറഞ്ഞു. അടുത്ത് താഴോട്ട് നാം പറഞ്ഞത്, ആദ്യം നമ്മൾ വായിച്ച ഭാഗം തന്നെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിച്ചാലും അത് ഞാൻ ചെയ്തു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാലും അത് ഞാൻ ചെയ്തു തരും. വല്ലതും പിടികിട്ടുന്നോ? ഇതിൽ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സഹോദരി, എന്നെ കേൾക്കുന്നവരെ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തിൽ നീ പിതാവിനോട് ചോദിക്കുന്നത് അതും ഞാൻ തന്നെ ചെയ്തു തരും. അടുത്ത്, എൻ്റെ നാമത്തിൽ നീ എന്നോട് ചോദിച്ചാലും അതും ഞാൻ തന്നെ ചെയ്തു തരും. അപ്പോൾ ഈ ഭൂമിയിൽ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമോ? ഇല്ല, ഈ ഭൂമിയിൽ ആരും പറയാത്ത, അപ്പോസ്തലന്മാരും പറയാത്ത ഈ അമ്മ മറിയയോട് പ്രാർത്ഥിക്കണമോ? അമ്മയോട് പറയണമോ, അമ്മേ പുത്രനോടൊന്ന് ചോദിച്ച് വാങ്ങിത്തരണമേ, പുത്രനോടൊന്ന് ചോദിച്ച് വാങ്ങിത്തരണമേ. അപ്പം നീ ആരാണ്? നീ പുത്രനല്ലയോ, പുത്രിയല്ലയോ? നിനക്ക് അമ്മയും അപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ലയോ? അപ്പനുമായിട്ട് ഒരു ബന്ധവും നിനക്കില്ലയോ? യേശു ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ലയോ നിനക്ക്? കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്നോട് ചോദിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ആരോടത്താണ് ചോദിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനോടല്ലയോ? പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോടല്ലയോ ചോദിക്കേണ്ടത്? അടുത്ത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിനെ ലഭിക്കാൻ കഴിയില്ല. കാരണം യേശുക്രിസ്തുവിനെ ലോകം അറിയാത്തത് കൊണ്ട് അവർക്കത് കിട്ടത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയുന്ന നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ആ സത്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ജനത്തോട് പ്രസംഗിക്കുന്നത്. ഏകദൈവമായ കർത്താവിനെ മാത്രം നിങ്ങൾ വിളിക്കണം, ഏകദൈവമായ കർത്താവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ തൊണ്ട കീറി കടന്നുകൊണ്ട് ജനത്തോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ജനത്തിന് മാനസാന്തരം എന്ന് പറയുന്നത് വേണ്ട. എന്തെങ്കിലും ഒരു നീതി പ്രവൃത്തി അങ്ങ് ചെയ്താൽ മതി. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചെറിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തത്. നീ ചെറിയവർക്ക് ചെയ്താലും ശരി, നീ ആർക്ക് ചെയ്താലും ശരി, സ്നേഹമില്ലാത്തവൻ ചെയ്താൽ നീ അതിൽ ഒരർത്ഥവുമില്ലെന്നാണ് പറയുന്നത്. സ്നേഹം, ദൈവമായിട്ടുള്ള ബന്ധമാണ് സ്നേഹം. ദൈവസ്നേഹം നിനക്കില്ല, ദൈവമായിട്ടുള്ള സ്നേഹമില്ല. നിന്റെ സ്നേഹം വേറെയാണ്. നീ സ്നേഹമില്ലാതെ ഇരുന്നിട്ട് നീ അന്നദാനം ചെയ്തു വന്നോ, നീ നിന്നെ തന്നെ ചൂടാൻ കൊടുത്തെന്നോ, അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്ത് പ്രയോജനം അതുകൊണ്ട്? ഇന്ന് പലരുടെ തെറ്റിദ്ധാരണ അതാണ്. ദൈവമായിട്ടുള്ള അടുപ്പമില്ല, ദൈവമായിട്ട് ചേരുന്നുമില്ല. അവൻ കുറേ നീതി പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്നോ? അങ്ങനെയാണെങ്കിൽ ദൈവം വേണ്ടല്ലോ. എന്ത് വേണമെങ്കിലും നീതി പ്രവൃത്തി അങ്ങ് ചെയ്ത് ജീവിച്ചാൽ പോരെ? എന്ത് വേണമെങ്കിലും നീതി പ്രവൃത്തി അങ്ങ് ചെയ്താൽ പോരെ? അങ്ങ് ജീവിക്കാമല്ലോ. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ കുറേ നീതി പ്രവൃത്തി ചെയ്താൽ മതി. തോന്നിയവാസം ചെയ്യിച്ചിട്ട്, കാണുന്നവനെ കൊള്ളയടിച്ച്, കാണുന്നവനെ വഞ്ചിച്ച്, അടുത്തവൻ്റെ പണവും വശീകരിച്ചെടുത്തിട്ട് കുറേ നീതി പ്രവൃത്തി അങ്ങ് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ടിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതി. അവസാനത്തിൽ പാതാളത്തിൽ പോകാൻ വേണ്ടി ദൂതം വരുമ്പോൾ, കെട്ടിയെടുത്ത് കൊണ്ടുപോകാൻ വരുമ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരും വിട്ടിട്ടൊന്നും പോവില്ല. നിലവിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആരും വിട്ടിട്ട് പോവില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിപ്പാനും മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇത് സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹത്തിനാണ് ഈ സ്നേഹം വരണത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക്. ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള സ്നേഹം. അപ്പോൾ നീ നിന്നെ തന്നെ ചുടുവാൻ കൊടുത്താലും ശരി, നീ നിനക്കുള്ളതെല്ലാം കൊണ്ട് അന്നദാനം ചെയ്താലും ശരി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവമായിട്ടുള്ള ഒരു ബന്ധം, സ്നേഹമില്ല എങ്കിൽ നീ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു മുറിവാക്യം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ കുറേ അന്നദാനം ചെയ്താലും കുറേ പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് അങ്ങ് ജീവിച്ചോളാം, ഞാൻ തോന്നിയവാസം ജീവിക്കാം മാനസാന്തരമില്ലാതെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അങ്ങനെയുള്ളതൊന്നും വേണ്ട. അതാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിലിരുന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നീ ഇത് ചെയ്താൽ ഇതിന് 100 ഇരട്ടി നിനക്ക് ഫലം കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ചില നീതി പ്രവൃത്തിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഈ ഭൂമിയിൽ ചിലപ്പോൾ എന്തെങ്കിലും നേട്ടം കിട്ടിയേക്കാം, ഇല്ലെന്ന് വരില്ല. ഒരു നീതി പ്രവൃത്തി ചെയ്താൽ അതിന് ഫലമുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ എന്ത് നീതി പ്രവൃത്തി ചെയ്താലും അവന് ഫലമുണ്ട്. എന്നാൽ അവൻ സ്വർഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവിൻ്റെ വാക്ക് കേൾക്കണം. നിനക്ക് നിത്യജീവൻ വേണോ, നീ സ്വർഗരാജ്യത്തിലേക്ക് പോകണോ, കർത്താവിൻ്റെ വാക്ക് കേൾക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു നീതി പ്രവൃത്തി ചെയ്താൽ ഇല്ലാന്നില്ല, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തിക്ക് നമുക്ക് ഫലമുണ്ട്. അത് ഏതൊരു വ്യക്തി ചെയ്താലും ശരി, ഈ ഭൂമിയിൽ ഏതൊരു വ്യക്തി അവൻ നീതി പ്രവൃത്തി ചെയ്താൽ അവന് തക്ക ഫലം കിട്ടും. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് പോകണോ, സ്വർഗം സ്വന്തമാക്കണമോ, അതിന് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചേ മതിയാവൂ, കർത്താവിനെ സ്നേഹിച്ചേ മതിയാവൂ, കർത്താവ് പറയുന്നത് കേട്ടേ മതിയാവൂ. സ്തോത്രം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാലേ ദൈവം
നമ്മൾ ചോദിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചോദിക്കുന്നത് തരുവാൻ അവൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. അവൻ്റെ ചെവി എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിൽ. അവൻ്റെ എപ്പോഴും ദൈവത്തിൻ്റെ ആ ശ്രദ്ധ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കും, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി. അതാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ കൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ, നമ്മൾ മാനസാന്തരപ്പെടാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് പാപം ക്ഷമിക്കും എന്നുള്ള ലൈസൻസ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും പാപം ചെയ്താൽ നമുക്ക് നല്ല തല്ലുകൊള്ളും, നമ്മൾ അപകടത്തിലേക്ക് പോകും, നമ്മൾ വീഴും, നമ്മൾ അവിടെ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായി തന്നെ എണീറ്റ് വരേണ്ടി വരും. എന്നാൽ നമ്മൾ പാപത്തെ ഉണർന്ന് ദൈവം നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തിക്കുമ്പോൾ ആ പാപം എന്തെന്ന് ചിന്തിച്ച് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കള്ളം പറയാൻ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ അടിക്കടി നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുഷ്ടാത്മാവിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പാപം നമ്മളെ ഉണർത്തി തരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഉണർത്തിച്ച് തരുമ്പോൾ നമ്മൾ അത് തിരുത്താൻ നോക്കണം. നമ്മളത് മനസ്സിലാക്കി അതിനെ തിരുത്തണം. തിരുത്തിയാൽ ദൈവം നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിക്കും, നമ്മളെ രക്ഷിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവങ്ങളെയും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് നമ്മൾ വായിച്ച ഭാഗത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അത് ഇന്നൊരു ഭാഗത്തിലേക്ക് അത് മാറ്റിവെക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയ കാര്യം നിങ്ങൾ വചനത്തിൽ എടുത്ത് വായിച്ചു നോക്കുക. വീട്ടിൽ വേദപുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇല്ല എങ്കിൽ ഒരു വേദപുസ്തകം വാങ്ങുക. വാങ്ങി ഈ ഭാഗത്തെ യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 12 മുതൽ എല്ലാം തന്നെ വായിക്കേണ്ടതാണ്. എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ നാം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ എങ്ങനെ തരും, എങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് അത് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നിരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എന്നെ കേട്ട എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അതായത് ഈ കേൾക്കുന്ന ഈ വചനം കേട്ട എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. അല്പം പോലും സംശയിക്കരുത് കർത്താവിനെ. സംശയിച്ചിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകാൻ നിങ്ങളെ മനസ്സിനെ കൊടുക്കരുത്. കാരണം ദൈവം നമ്മളെ ഹൃദയത്തെയാണ് ശോധന ചെയ്യുന്നത്. മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാം, ഏത് മനുഷ്യൻ്റെ മുമ്പിലും നമുക്ക് അഭിനയിക്കാൻ പറ്റും. നമുക്ക് ഭക്തി നടിക്കാം, എന്തു വേണമെങ്കിലും കാണിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. ദൈവം നമ്മളെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്, നമ്മളെ മനസ്സാണ് അവൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സിനെ ദൈവത്തിന് കൊടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. തിരുവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ പാവങ്ങളെ ഏറ്റുപറയുക. പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനം തിരിഞ്ഞ് ദൈവത്തോട് ചോദിക്കുക, ധൈര്യത്തോടെ ചോദിക്കുക. അപ്പോസ്തലനായ പത്രോസ് പോലും അന്ന് പ്രസംഗിച്ചപ്പോൾ എങ്ങനെ പ്രസംഗിച്ചെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല, 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 ഇല്ല. ഞാനും ഇത് തന്നെ പറയുന്നു, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മനുഷ്യന്മാരെ വിളിച്ചിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ആ നന്മകളെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ.
അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പാ പിതാവേ എന്ന്, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ദൈവം നമുക്ക് വലിയ ഒരു കൃപ നൽകിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ആ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നമ്മുടെ ദൈവം ആ കൃപ എല്ലാവർക്കും തരട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ നൽകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എപ്പോഴും നിങ്ങളെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളതിനു വേണ്ടി നിങ്ങൾ പോകുന്ന വഴികളെല്ലാം വിട്ട് ഏത് വഴിയിൽ കൂടെ നിങ്ങൾ പോയാലും ശരി, അതിനെല്ലാം ഉപേക്ഷിക്കുക. യേശു ക്രിസ്തു എന്ന ഏക വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുക. തയ്യാറാണോ പ്രിയ സഹോദരങ്ങളെ? എൻ്റെ വായിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ തയ്യാറാണോ? യേശു ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിക്കാൻ തയ്യാറാണോ? എന്നാൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പറയുക, കർത്താവേ, അപ്പാ പിതാവേ, ഞാൻ അറിയാതെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഇനി ഞാൻ ഈ പാപം ചെയ്യാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് നല്ല ബുദ്ധി തരണമേ. എന്നെ ഓർമ്മപ്പെടുത്തണമേ. ഞാൻ അങ്ങയോട് ചേർന്ന് ജീവിക്കണം. ഞാൻ രണ്ടാം മരണത്തിൽ പങ്കാളിയായി പോവരുതേ. ഞാൻ പാതാളത്തിലേക്ക് പോവരുതേ. എന്നെ അവിടെ നിന്ന് രക്ഷിക്കണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയെ ന്യായവിധിക്കാൻ വരുമ്പോൾ അവൻ ആദ്യം വിളിക്കുന്നത് ആരെന്നറിയാമോ? ഈ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെയാണ് ആദ്യം അവൻ വിളിക്കുന്നത്. 1000 ആണ്ട് അവരോടൊത്തവൻ രാജാവായി വാഴും. 1000 ആണ്ട്, 1000 വർഷം. എന്നാൽ ഈ 1000 ആണ്ട് കഴിയുന്നത് വരെ ഈ ഭൂമിയിൽ മരിച്ചുപോയ ആരും തന്നെ ഉയർത്തെഴുന്നേറ്റ് വരില്ല. 1000 ആണ്ട് കഴിയുന്നത് വരെ ആരും ഉയർത്തെഴുന്നേറ്റ് വരില്ല. പ്രിയമുള്ളവരെ, കർത്താവ് വ്യക്തമായി തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാ, അതുകൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ന്റെ 4 തൊട്ട് വായിച്ച് നോക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. ഈ ഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, മർമ്മങ്ങൾ. അത് പിന്നെ ഞാൻ പറഞ്ഞു തരാം. അത് കേൾക്കാൻ നിങ്ങൾ എപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളത് വാച്ച് ചെയ്തുകൊള്ളുക. ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോൾ അത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. ഇവിടെ പറയുകയാണ്, 1-ാം പുനരുത്ഥാനം. അതാണ് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മേഘങ്ങളിൽ വരുമ്പോൾ സംഭവിക്കുന്ന 1-ാം പുനരുത്ഥാനം. ഈ 1-ാം പുനരുത്ഥാനത്തിൽ ഭാഗ്യമുള്ളവരാകണം നമ്മൾ. 1-ാം പുനരുത്ഥാനത്തിൽ അവർക്ക് 2-ാം മരണത്തിൽ അധികാരമില്ല. അവർ 2-ാം മരണത്തിൽ പോകില്ല. രണ്ടാമതൊരു മരണം അവർക്കില്ല. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർ രണ്ടാമത് അവരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവരെ ന്യായവിധി അകപ്പെടുത്തി അവർ പാതാളത്തിലടയ്ക്കും. അവർ ചെയ്ത അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിന് തക്കതായ ശിക്ഷ അവിടെ ഉണ്ടാവുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തെ പൂർത്തീകരിക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ, മർമ്മങ്ങൾ ഞാൻ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കേൾക്കുക സമയം കിട്ടുമ്പോൾ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തെ സഹായിക്കുക. സ്തോത്രം.
ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിർത്തുന്നു. സ്തോത്രം.